രണ്ട് മെറ്റീരിയൽസ്. ഒന്ന് ഇത് ഫോം ബോർഡ് എന്നൊക്കെ പറയും. ഗൈസ്, ഐ എം ബാക്ക് വിത്ത് തിംസ് ഹുബ്ലി ഗ്രാജുവേഷൻ ഇവന്റ് പ്രൊഡക്ഷൻ സെറ്റപ്പ്. കേരളം വിട്ട് നമ്മളെ ആളുകൾ വിളിക്കുന്നതിന്റെ രണ്ട് റീസൺ ആണ് ഉള്ളത്. ഒന്ന് ഇവന്റ് എക്സ്പീരിയൻസ്, രണ്ട് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക്കൽ അപ്രോച്ച് ആണ്. സോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആർട്ടിന്റെ ഡിവിഷനാണ്. ഇതിൽ ഒരു 12 പേര് നാട്ടിൽ നിന്ന് ആർട്ടിന് വേണ്ടി മാത്രം കയറി വന്നിട്ടുണ്ട്. അതിൽ ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്, മോഡൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ എന്താ പറയാ കംപ്ലീറ്റ്ലി ഫ്രെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്ന 2-3 മെറ്റീരിയൽസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാം. കം വിത്ത് മീ. നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന 2 മെറ്റീരിയൽസ്, ഒന്ന് ഇത് ഫോം ബോർഡ് എന്നൊക്കെ പറയും. ഇതാണ് ഫോറക് ഷീറ്റ് അല്ലെങ്കിൽ ഫോം ബോർഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇതാണ് നമ്മൾ ബേസിക്കലി ഷെയ്ഡ്സും ബാക്കി എലമെന്റ്സും ക്രാഫ്റ്റ് എല്ലാം നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇതിലാണ്. വേറെ കുറെ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഹൈ ഡെൻസിറ്റി ഉള്ള തെർമോകോൾ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോം ബോർഡ് ഉണ്ട്, പിന്നെ മൾട്ടിവുഡ് ഉണ്ട്. ഈ 3 മെറ്റീരിയൽസ് ആണ്. ഇപ്പൊ ഈ കാണുന്ന മൾട്ടിവുഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുന്ന എല്ലാം മൾട്ടിവുഡ് ആണ്. ആൻഡ് വി ഹാവ് എ ഫാബ്രിക്കേറ്റേഴ്സ്. ഇവര് ഒരു 8 പേര് ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്. അവരായിരിക്കും കംപ്ലീറ്റ് വെൽഡിങ്ങും എല്ലാം ചെയ്യുന്നത്. ബാക്കി ആർട്ടിന്റെ സെക്ഷനിലുള്ള ഇത് എലമെന്റ്സുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ആളുകള്. ദെൻ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ട്, 2 അസോസിയേറ്റ്സ് ഉണ്ട്. ഇത്രയും ആളുകളുടെ ക്രൂ ആണ് നമുക്ക് ഇന്ന് ഇവിടെ തിംസ് ഹുബ്ലിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു 3 ദിവസം വരെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഹോൾ പ്രോജക്റ്റ്. ഡെക്കറേഷന്റെ ഏരിയ നമ്മൾ ഫുൾ ഓഫ് ചെയ്യണം. നമുക്ക് ഇനി 3 days ആണുള്ളൂ. 19th, 20th and 21st. ഈ 21st നൈറ്റ് ആകുമ്പോഴേക്കും എല്ലാ വർക്കുകളും കഴിയണം. ഇതിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. സോ സ്റ്റേ വിത്ത് മീ. താങ്ക് യു. ബൈ.